ഈന്തമരത്തിന്റെ മുകളിൽ ഒരാൺപൂവ്, അപ്പുറത്തെ മരത്തിലെവിടെയോ ഒരു പെൺപൂവ്. അവ രണ്ടും ഒത്തുചേർന്നിട്ട് കാസർകോട്ടുകാർക്ക് നോമ്പ് തുറക്കാൻ കാരക്ക വേണ്ടേ എന്നൊന്ന് സംസാരിക്കണം, അവരൊന്ന് കണ്ടുമുട്ടണം, എന്നാലേ കാരക്ക ഉണ്ടാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതേപോലെ അല്ലാഹു തആല മനുഷ്യരിലും ഇണകളെ സൃഷ്ടിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്നു തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. ആ ഇണകളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവരോട് ബന്ധം പുലർത്തുന്നത് മാന്യമായ മാർഗത്തിലായാൽ, അല്ലാഹു അനുവദിച്ച മാർഗത്തിലായാൽ അത് പുണ്യമാണെന്നുകൂടെ ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ലൈംഗികത പോലും പുണ്യമാണെന്ന് ലോകത്തോട് പറയാൻ ഏതെങ്കിലും ഒരു മതത്തിന് തന്റെ ഇടമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. മഹാന്മാരായ സ്വഹാബത്തിനോട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, വഫീ ബുൽഗി അഹദികും സ്വദഖ. നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നതും അവളുടെ ശരീരത്തിൽ തന്റെ വികാരമിറക്കി വെക്കുന്നതും സ്വദഖത്തുൻ, അത് സ്വദഖയാണ്. മഹാന്മാരായ സ്വഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, നബിയെ, ഞങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ ശാരീരികമായ വികാരം ഇറക്കി വെക്കുന്നത് പുണ്യമാണെന്നാണോ അങ്ങ് പറയുന്നത്? അതേ, അത് തനിക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലായാൽ അത് ദുരന്തമാണെന്നതുപോലെ തന്റെ ഇണയുടെ ശരീരത്തിലായാൽ അത് സ്വദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വഴിതെറ്റിയാലോ? വഴിതെറ്റിയാൽ അത് അബദ്ധമാണ്, മഹാദുരന്തം. അവിടെയാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം. ദഅതുഹു, അവനെ വിളിക്കുന്നു. ആരാ വിളിക്കുന്നത്? ദാതു ഹുസ്നിൻ വ ജമാൽ, നല്ല അഴകുള്ള, കാണാൻ ചന്തമുള്ള, ഭംഗിയുള്ള, നാട്ടിലുള്ള പൂവാലന്മാരുടെ കണ്ണിൽ എന്നുമെന്നും സന്തോഷം വിരിയിക്കാറുള്ള ഒരു പെണ്ണ്. കാസർകോട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വിളിക്കുന്നു, ഒന്നിങ്ങോട്ട് വന്നാൽ നമുക്ക് ആഘോഷിച്ച് കളയാമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടിക്കാണ് വില. എന്താ മറുപടി? നിന്റെ ഭർത്താവ് അറിയുമെന്നല്ല, നാട്ടുകാരറിയുമെന്നുമല്ല, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം പകർന്നു കളയുമോ എന്നുമല്ല, അതുമല്ലെങ്കിൽ നീ അറിയാതെ ഗർഭിണിയായി പോകുമോ എന്നുമല്ല. പിന്നെ അവന്റെ ഉത്കണ്ഠ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നുണ്ട്, എനിക്ക് പടച്ചവനെ പേടിയാണടി, എനിക്ക് താല്പര്യമില്ല. ഈ വാക്ക് പറയാൻ ചെറിയൊരു ചങ്കൂറ്റം പോരാ, ചെറിയൊരു തന്റെ ഇടം പോരാ. തന്റെ ശരീരത്തോടൊരു വലിയ സമരം നടക്കണം. ആ സമരത്തിൽ വിജയിച്ചിട്ട് തന്റെ ശരീരത്തിന്റെ മേലെ കയറി നിൽക്കണം തന്റെ മനസ്സ്. എന്നിട്ട് പറയണം, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞവനാരോ അവർക്ക് നാളെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിചാരം മഹാദുരന്തം. ആ ദുരന്തം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിചാരം വർദ്ധിക്കൽ ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് ഹദീസ് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. മഹാനവർകൾ പറയുന്നുണ്ട്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അവിടെന്ന് പറഞ്ഞത്? ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, തീർച്ചയായും ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതത്രേ, ഖിയാമത്തിന്റെ പ്രകടമാവുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടൽ, വയക്സുറൽ ജഹ്ലു, വിവരമില്ലായ്മ വർദ്ധിക്കൽ, ജഹാലത്ത് വർദ്ധിക്കൽ. എന്താ ഇൽമു ഉയർന്നു പോവുക എന്ന് പറഞ്ഞാൽ? മുസ്ഹഫ് വാങ്ങാൻ കിട്ടാതിരിക്കുകയെന്നോ, സഹീഹുൽ ബുഖാരിയുടെ പ്രിന്റിംഗ് നിർത്തിവെക്കുകയെന്നോ,
ഫത്ഹുൽ മുഈൻ കിട്ടാതെ വരിക എന്നോ ഒന്നുമല്ല അതിനർത്ഥം. ഇൽമു ഉയർന്നു പോവൽ ഹദീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഒന്ന് ബി മൗത്തിൽ ഉലമാ, ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ മരണം ഇൽമു ഉയർന്നു പോകുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. പകരം വെക്കാനില്ലാതെ പണ്ഡിതന്മാർ വിട പറഞ്ഞു പോവുക. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ വിട പറഞ്ഞ സ്ഥാനം നികത്താൻ വേറൊരാളെ കിട്ടാനില്ലാത്ത വിധം ശൂന്യമായ കസേരകൾ, പിന്നെയോ അല്പന്മാർ അവിടെ കയറിയിരിക്കുന്ന ഒരവസ്ഥ കടന്നു വരിക. ഇത് ഖിയാമത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓരോ മഹല്ലുകളിലും എത്രയെത്ര ഉലമാക്കൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അവരൊക്കെ പോയി. അന്യനാട്ടുകാരായ ആളുകൾ വരേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അന്യനാട്ടിലും ഉലമാക്കളെ കിട്ടാനില്ലാതെ സമൂഹം വല്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലുമായി കൊണ്ടിരിക്കുന്ന യോഗ്യന്മാരെ കിട്ടാനില്ല. കിട്ടിയ ആളുകളെ കൊണ്ട് ഉദ്ദേശിച്ച ഫലവും ചിലപ്പോ കിട്ടാതെ വരുമ്പോൾ ഉമറാക്കൾ വിഷമിക്കുകയാണ്. ഉലമാക്കൾ എവിടെ? ഉഖ്റവിയായ പണ്ഡിതന്മാർ ഒന്നിന് പിറകെ ഒന്നായിട്ട് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയെത്ര ആളുകൾ പോയി. മഹാരഥന്മാരായ മഹാപണ്ഡിതന്മാർ, സൂക്ഷ്മജ്ഞാനികളായ ഇഖ്ലാസുള്ള അള്ളാഹുവിനെ വല്ലാതെ പേടിച്ച മഹാന്മാർ എത്ര പോയി. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയെത്ര ആലിമീങ്ങൾ. ഈ കഴിഞ്ഞ മാസമല്ലേ കേരളം കണ്ട വലിയൊരു പണ്ഡിതൻ നമ്മെ വിട പറഞ്ഞു പോയത്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം കുന്നിറങ്ങിയിട്ട് കവുങ്ങിൻ തോപ്പിലൂടെ ചെന്നാൽ ഒരു കുഞ്ഞു വീട് കാണാം. ഇഷ്ടിക തിണ്ണയിൽ ഒരു വലിയ മനുഷ്യൻ കയറിയിരിക്കുന്നത് കാണാം, തന്റെ ബനിയനും കള്ളിമുണ്ടുമുടുത്തിട്ട്. ലോകം ആ മനുഷ്യനെ കാളമ്പാടി ഉസ്താദ് എന്ന് വിളിച്ചു. ആർഭാടമറിയാത്ത ഈ നൂറ്റാണ്ട് കണ്ട വലിയൊരു മനുഷ്യനായിരുന്നു അത്. ആനക്കരക്കാരൻ ഹാജിയാര് കടന്നു വന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർത്തു പോകുന്നു. മദീനത്തെ പള്ളിയിൽ കിടന്നെണീറ്റ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ പാട് കണ്ടിട്ട് ഞങ്ങൾ അങ്ങേക്കൊരു വിരിപ്പുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞിരുന്നു, എനിക്കെന്തിന് വിരിപ്പ്? മാലി വലിദ്ദുന്യാ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറ. ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്ന വഴിയാത്രക്കാരൻ, അവിടെ ബംഗ്ലാവ് പണിയില്ലല്ലോ. അയാളുടെ സമയമാകുമ്പോ അയാൾ എണീറ്റ് പോകുന്ന ഒരു ബന്ധമാണ് അയാൾക്ക് ആ മരത്തോടുള്ളതെങ്കിൽ എനിക്ക് ദുന്യാവിനോട് മൊത്തം അത്ര ബന്ധമേ ഉള്ളൂ, എനിക്ക് ആവശ്യമില്ല. മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ അരികിൽ എനിക്ക് നിങ്ങൾ വല്ല പാരിതോഷികവും തന്നാൽ 2 കൈയും നീട്ടി ഞാനത് വാങ്ങുമെങ്കിൽ, മഹാനവർകളുടെ കയ്യിൽ 8 ലക്ഷം രൂപ വിലയുള്ള വാഹനത്തിന്റെ താക്കോൽ കൊടുത്തിട്ട് ആനക്കരക്കാരൻ ഹാജിയാർ പറഞ്ഞു, ഉസ്താദായിട്ട് ഇത് വാങ്ങില്ലെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങേക്ക് വേണ്ടി ഹലാലായ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു വാഹനത്തിന്റെ താക്കോൽ അങ്ങേക്ക് തരാനാണ് ഞാൻ വന്നത്. മഹാനായ ഉസ്താദ് പറഞ്ഞു, അത്ര മോനെ, ഇതെനിക്ക് ആവശ്യമില്ല, ഇതുവരെ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, ഞാനങ്ങ് നടക്കും. ഇനി എന്റെ മക്കൾക്ക് ആരോഗ്യമുണ്ട്, അവർക്കും വല്ലത് കിട്ടണ്ടേ, എന്റെ മരണം വരെ അവരെന്നെ അങ്ങ് എടുത്തോടും. അവരല്ലേ മഹാന്മാർ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ വിട പറച്ചിൽ സത്യത്തിൽ അത് ലോകത്തിന്റെ മരണമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, അത് ലോകത്തിന്റെ മരണമാണ്. ഇപ്പൊ ഇൽമു ഉയർന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ വിയോഗമാണ്. എന്നാൽ അത് മാത്രമാണോ? അല്ല. ഇൽമിനോടുള്ള താല്പര്യം കുറയുക, ആത്മീയമായ ഇൽമിനോടുള്ള താല്പര്യം കുറയുക, ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇഖ്ലാസ് ഇല്ലാതെ വരിക. ഇതാണ് ഇൽമു ഉയർന്നു പോവുക എന്ന് പറഞ്ഞാൽ. പഴയ കാലത്ത് നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, പള്ളി ദർസുകൾ. ഓരോ വീട്ടിലും മുത്തഅല്ലിമീങ്ങൾ കടന്നു വരുമ്പോ ആ മുത്തഅല്ലിമീങ്ങൾക്ക് അന്നം വിളമ്പി കൊടുത്ത ഒരു പാരമ്പര്യം നമ്മുടെ കാരണവന്മാർക്കുണ്ട്. ഇന്ന് പള്ളി ദർസുകളില്ല. കോളേജുകൾ അടിക്കടി വളർന്നു വന്നിട്ടുണ്ട്. അതിനേക്കാൾ വലുത് ഇത്, ഇതിനേക്കാൾ വലുത് അത്.
എന്ന് മത്സരിക്കാനും നമുക്ക് താല്പര്യമാണ്. പക്ഷേ അതിൽ ആത്മാർത്ഥത എവിടെ? പലപ്പോഴും അതിൽ നിന്ന് പുറത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരുന്നു. ഞാൻ ആക്ഷേപിക്കുകയല്ല. ചുരുക്കത്തിൽ ആത്മാർത്ഥത കുറഞ്ഞു വരുന്നു. പള്ളി ദർസിന്റെ പഴയ പാരമ്പര്യം, മദീനത്തെ പള്ളിയിൽ നിന്ന് തുടക്കം കുറിച്ച പള്ളി ദർസിന്റെ മഹത്വം എത്ര കോളേജുകൾ വന്നാലും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ രൂപത്തിൽ ആത്മീയമായ ഇൽമ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് വഅലുകളുണ്ട്, മുക്കിന് വഅലുകൾ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും വഅല്, ഒരു ഗ്രൗണ്ടിൽ തന്നെ 4ഉം 5ഉം വഅല്, ഒന്നൊരുത്തൻ്റെത്, ഒന്ന് വേറൊരുത്തൻ്റെത്. പക്ഷേ ഈ വഅലിന്റെ സദസ്സുകളിൽ നിന്ന് ആർജിച്ചെടുക്കപ്പെടുന്ന തഖ്വയുടെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. കേവലം ആസ്വാദനം മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ആരാണ് ഏറ്റവും ഗാംഭീര്യമുള്ളവൻ? ആരുടെ ശബ്ദത്തിനാണ് മാധുര്യമുള്ളത്? ആരുടെ അവതരണ ശൈലിയാണ് ജനങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്നത്? ഇതൊക്കെയാണ് പ്രസംഗത്തിന്റെ നിദാനമെങ്കിൽ പഴയ കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊരു വാക്ക് പറഞ്ഞാൽ അതൊരു വാക്കായിരുന്നു. ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊരു തൊഴിലാണെങ്കിൽ അവർക്കത് തൊഴിലല്ല, അത് അവരുടെ ഇബാദത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ മരണം, ഇൽമുയർന്നു പോവൽ, ഇത് ഖിയാമത്തിന്റെ പ്രകടമാവുന്ന അടയാളമാണ്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു വയക്സുറ ശുർബുൽ ഖംർ, മദ്യത്തോടുള്ള ആസക്തി വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക, ലഹരിയോടുള്ള താല്പര്യം വർദ്ധിക്കുക. ഒരുപാട് വാളുകൾ ഇവിടെ ഈ വിഷയകമായിട്ട് പറയപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. എന്താ ലഹരിയുടെ ഏറ്റവും വലിയ ദുരന്തം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന വളരെ പച്ചയായ ഒരു സത്യമുണ്ട്. ഒരു മനുഷ്യൻ ഏതൊക്കെ തിന്മയിലേക്ക് പോയിട്ടുണ്ടോ ആ തിന്മയിലേക്ക് മുഴുവനും അവനെ നയിച്ച ദുരന്തം മദ്യമാണ്. ലഹരിയാണ് ഏറ്റവും വലിയ ദുരന്തം. ആ ലഹരി സ്വീകരിച്ച ഒരു മനുഷ്യൻ വേറെ ഏത് തെറ്റിലേക്ക് പോയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇജ്തനിബുൽ ഖംർ, മദ്യം വലിച്ചെറിഞ്ഞോ, ലഹരി വലിച്ചെറിഞ്ഞോ, ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, സർവ്വ ദുരന്തങ്ങളുടെയും മാതാവ് ലഹരിയാണ്. ആ ലഹരിയുടെ വർധനവ് ഖിയാമത്തിന്റെ മുന്നോടിയാണ്. ആ ലഹരിയോടുള്ള താല്പര്യം